ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജാസ്മിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ അറിയായിരിക്കും. കുറച്ച് പേരെങ്കിലും ഓൺലൈനിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്നോ ഇത് വാങ്ങിച്ചിട്ടും ഉണ്ടാവും. 150 റുപ്പീസ് മുതൽ 2000 റുപ്പീസ് വരെയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള എല്ലാ ഷോപ്പിംഗ് സൈറ്റുകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് കളേഴ്സിലുമുള്ള ഡ്രീം ക്യാച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ടൈമും കുറച്ച് ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയാണല്ലോ. ആക്ച്വലി കേരളത്തിൽ ഇത് റീസെൻറ്റ് ടൈമിങ്ങിലാണ് ഇത്ര പോപ്പുലാരിറ്റി ഡ്രീം ക്യാച്ചറിന് കിട്ടിയിരിക്കുന്നത്. നമ്മളിത് കംപ്ലീറ്റ്ലി ഹോം ഡെക്കറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോം ഡെക്കറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോർമലി നമ്മൾ ഡ്രീം ക്യാച്ചേഴ്സ് വാങ്ങിക്കുന്നത്, കേരളത്തിൽ വാങ്ങിക്കുന്നത്. പക്ഷേ ആക്ച്വലി അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഇതിനൊരു മിത്തിക്കൽ ബിലീഫ് ഉണ്ട്. മിത്തിക്കൽ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് മെയർസ് തടയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മെയിൻലി കൊച്ചു കുട്ടികളിലുള്ള നൈറ്റ് മെയർസ്, പേടി സ്വപ്നങ്ങൾ തടയുമെന്നാണ് ആ മിത്തിക്കൽ ബിലീഫ്. അത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന ബെഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങിക്കിടക്കുന്ന ഫേസ് ചെയ്തിട്ടോ ഇത് ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് കാണുന്ന വെബ് ഉണ്ടല്ലോ, അതായത് ചെലന്തി വല, നമ്മൾ സ്പൈഡർ വെബാണ് ഇതിൻ്റെ അകത്ത് നെയ്ത് വെക്കുന്നത്. ആ സ്പൈഡർ വെബിൽ കൂടെ ചീത്ത സ്വപ്നങ്ങൾ നശിച്ചു പോവുകയും അതിൻ്റെ സെൻറ്ററിലുള്ള ഹോള് വഴി നല്ല സ്വപ്നങ്ങൾ ഈ ഫെദേഴ്സ് വഴി കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നതാണ് ആ മിത്തിക്കൽ ബിലീഫ്. അത് അമേരിക്കൻ ഹിസ്റ്ററിയിലുള്ളതാണ്. നമ്മൾ കേരളത്തിൽ ഇത് കംപ്ലീറ്റ്ലി ഹോം ഡെക്കറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബീഡ്സ് വേണം. ഞാൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീൽ റിങ് വേണം. പല മെഷർമെൻറ്റിലുള്ള റിങ് നമുക്ക് അവൈലബിൾ ആണ് കടയിൽ. നിങ്ങൾക്ക് പഴയ ബാംഗിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേണ്ടത് ത്രെഡാണ്. ഞാൻ റെഡും വൈറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രെഡിൽ. പിന്നെ സിസർ, ഒരു നീഡിൽ, ഒരു ചോക്ക് മെഷർമെൻറ്റിനും നീഡിൽ ത്രെഡ് കൊരുക്കാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ ഫെദേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് സ്മോൾ ഫെദറും ഒരു വലിയ ഫെദറും യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് വലിയ ഫെദേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റീൽ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഔട്ടറിൽ കൊടുക്കാൻ പോകുന്ന ത്രെഡ് വെച്ചിട്ട് നോട്ട് ഇടണം. അത് നമ്മുടെ ബേസിക് നോട്ടാണ്. നോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നോട്ടിൽ ലൂസ് ആവാൻ പാടില്ല. ഇത് നല്ല ടൈറ്റൻ ചെയ്ത് മൂന്ന് കെട്ടെങ്കിലും 3 നോട്ടെങ്കിലും അവിടെ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് നമുക്ക് ഇവിടെ നിന്ന് അഴിഞ്ഞു പോയാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഊരി വരും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 3 നോട്ടിട്ട് ഇതിനെ സെക്യൂർ ചെയ്യണം. നോട്ടും സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മളിത് റൗണ്ടിൽ ഈ സ്റ്റീൽ റിങ് ഫുള്ളായിട്ട് ത്രെഡ് നമ്മൾ ചുറ്റിയെടുക്കണം. അത് ടൈറ്റിൽ ചുറ്റണം. അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അതായത് സ്റ്റീൽ റിങ് ഇടയിൽ കാണാൻ പാടില്ല. അതേപോലെ ടൈറ്റായിട്ട് ഫുൾ റിങ്ങിൽ നമ്മൾ ചുറ്റിയെടുക്കണം. സ്റ്റീൽ റിങ് കംപ്ലീറ്റ് ആയതിന് ചുറ്റിയതിന് ശേഷം നമുക്ക് എക്സസ് വന്ന ത്രെഡ് നമ്മൾ സിസർ കൊണ്ട് വെട്ടി മാറ്റണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 നോട്ട് അതിൻ്റെ മുകളിലിട്ട്, ആ ബേസിക് നോട്ടിൻ്റെ മുകളിൽ തന്നെയായിട്ടാണ് ഈ നോട്ടും വരുന്നത്. ആ 3 നോട്ട് അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ഒന്നുകൂടെ സെക്യൂർ ചെയ്യുക. നമുക്കിനി മെഷർമെൻ്റ് ആണ് വേണ്ടത്. ഈക്വൽ പ്രൊപ്പോർഷനിൽ നമുക്ക് മെഷർമെൻ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അത് 2ആയിട്ട് മടക്കുക. പിന്നെ അത് വീഡിയോയിൽ കാണുന്ന പോലെ 4ആയിട്ട് മടക്കുക. പിന്നെ അതിൻ്റെ കോൺ വെച്ചിട്ട് പിന്നെയും മടക്കുക. അങ്ങനെ ഒരു 4 വട്ടം മടക്കുക. അപ്പോൾ നമുക്ക് 16 പോയിൻറ്റുകൾ കിട്ടും, 16 മെഷർമെൻറ്റ് കിട്ടും. പക്ഷേ നമ്മുടെ റിങ് ചെറുതായതുകൊണ്ട് നമുക്ക് 8 പോർഷൻസ് മതി. അപ്പോൾ 8 പോർഷൻസ് നമ്മളത് തുറന്നിട്ട് അടയാളപ്പെടുത്തി എടുക്കണം. ഇന്ന് മൊത്തം കൂടെ 16 പോയിൻറ്റുകളാണ്. ഓരോ പോയിൻറ്റുകളും 16 ആണ്. നമുക്ക് 8 പോർഷൻസ് മതിയതുകൊണ്ട് ഒരെണ്ണം ഇടയിൽ വിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് 8 എണ്ണം അടയാളപ്പെടുത്തി എടുക്കുക. നമുക്കിനി റിങ്ങിൻ്റെ ഇന്നർ വെബ് ചെയ്യാനുള്ള ത്രെഡാണ് വേണ്ടത്. ഞാനിവിടെ റെഡ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു 9 ടൈംസ് എങ്കിലും ഇതിൻ്റെ അകത്ത് വെബ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു 9 ടൈംസ് ഏകദേശം ഞാനത് റൗണ്ട് ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള റിങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് കൂടും.
നമ്മളിപ്പോൾ മുറിച്ചെടുത്ത ത്രെഡിൻ്റെ ഒരു വശം നമ്മൾ വലിയ നീഡിലിൽ കോർത്തെടുക്കണം. വെബ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മറ്റേ ഭാഗം നമ്മൾ റിങ്ങിൻ്റെ ആദ്യം ബേസിക് നോട്ട് ഇട്ടതിൻ്റെ ഭാഗത്ത് മുകളിലായിട്ട് തന്നെ ഇതിൻ്റെ വെബിൻ്റെ ബേസിക് നോട്ടും കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 നോട്ടെങ്കിലും കൊടുത്ത് സെക്യൂർ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് നീഡിൽ റിങ്ങിൻ്റെ റിങ്ങിൻ്റെ ഔട്ടർ ഭാഗത്തൂടെ എടുത്ത് അകത്തുകൂടെ ഈ നൂലിനെ കടത്തി പുറത്തെടുക്കണം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ മെഷർമെൻറ്റിൽ അത് ടൈ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ മെഷർമെൻറ്റിൽ നല്ലോണം അത് ടൈറ്റൻ ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ നീഡിൽ പുറത്തൂടെ എടുത്ത് അകത്തും കൂടെ ഇന്നറിൽ കൂടെ ഇത്രയും നൂല് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത നോട്ടിൽ എവിടെയാണോ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ടൈറ്റൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ 8 മെഷർ ചെയ്തിരിക്കുന്ന 8 പോയിന്റുകൾ നമ്മൾ അങ്ങനെ വെബ് കറക്റ്റായിട്ട് നെയ്തെടുക്കണം. 8ാമത്തത് വരുമ്പോൾ വീണ്ടും ആ ബേസിക് നോട്ടിൻ്റെ മുകളിലായിട്ട് കെട്ടുവരും. എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ വെബ് നെയ്യുക. ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ വെബ് ചെയ്യാനായിട്ട് ആ ഒന്നാമത്തെ ബേസിക്കിൻ്റെ മിഡിൽ പോർഷനിൽ കൂടെ മുകളിലൂടെ സൂചി എടുത്ത് ഈ നൂല് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് അതിൻ്റെ മിഡിൽ പോർഷൻ വെച്ചിട്ട് ടൈറ്റൻ ചെയ്യണം. അതേപോലെ തന്നെ ഇത്രയും വെബുകളിൽ അതേപോലെ ചെയ്ത് നമ്മൾ മിഡിൽ പോർഷൻ വെച്ചിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ വെബ് നമ്മൾ ഇന്നറിൽ ചെയ്ത് പോകാം. ഈ സ്റ്റീൽ റിങ്ങിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ വരുന്നത് വരെ നമ്മൾ ഈ വെബ് നെയ്തുകൊണ്ടേ ഇരിക്കണം. ലാസ്റ്റത്തെ പോയിന്റിൽ വരുമ്പോൾ 2 or 3 നോട്ട് കൊടുത്ത് നമ്മളതിനെ സെക്യൂർ ചെയ്യണം. നമ്മുടെ വെബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചെറിയ വെബും കൂടെ ഇതിൻ്റെ താഴോട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ വെബിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഡ്സ് കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ത്രെഡ് നമ്മൾ 2 or 3 നോട്ടിട്ട് ത്രെഡ് കൊടുത്തിട്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ ബീഡ്സ് കൊരുത്തെടുക്കണം. എന്നിട്ടാണ് രണ്ടാമത്തെ വെബ് നമ്മൾ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ചെറിയ റിങ് വലിയ റിങ്ങുമായിട്ട് നമ്മൾ ബീഡ്സും ത്രെഡും ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ റിങ്ങിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫെദേഴ്സ് കൊടുക്കണം. അപ്പോൾ ഞാൻ വലിയ ഫെദറാണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇന്നർ വെബിൻ്റെ അതേ ത്രെഡിൻ്റെ കളറിലുള്ള തൂവലാണ് എടുത്തിരിക്കുന്നത്. ഓരോ ഫെദർ നമ്മൾ ടൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബീഡ്സ് കൊരുത്ത് കൊടുക്കണം. എന്നിട്ട് അത് ഈ വെബിലോട്ട് അറ്റാച്ച് ചെയ്യണം. വലിയ ഫെദർ നമ്മളിപ്പോൾ ചെറിയ വെബിൻ്റെ മിഡിൽ പോർഷനിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫെദറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഡ്സ് കൊടുത്ത് ചെറിയ വെബിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് അറ്റാച്ച് ചെയ്യണം.
ചെറിയ റിങ്ങിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വൈറ്റ് ഫെദറും മിഡിൽ പോർഷനിൽ റെഡ് വലിയ ഫെദറും വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വലിയ റിങ്ങിൽ നമ്മൾ ചെയ്യണം. അത് ഞാൻ ചെറിയ റെഡിൻ്റെ തൂവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വലിയ റിങ്ങിലും കൂടെ ലെഫ്റ്റിലും റൈറ്റിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. താഴെ 3 തൂവലും 2 ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് പോർഷൻ വിട്ടിട്ട് പിന്നെയും 3 തൂവലും 2 ബീഡ്സും കൊരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൂവൽ കൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നീളമുള്ള തൂവലിൻ്റെ അറ്റത്ത് അടുത്ത തൂവലിൻ്റെ ബീഡ്സ് തുടങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ പോർഷനിലുള്ള ത്രെഡ് കാണാൻ പറ്റും. അതൊരു വൃത്തികേടായിരിക്കും. അങ്ങനെ വരരുത്. അപ്പോൾ നമ്മൾ താഴത്തെ തൂവൽ തീരുന്ന എവിടെയാണോ അവിടെ വെച്ച് അടുത്ത മുത്തും തുടങ്ങി അടുത്ത തൂവലും അവിടെ അറ്റാച്ച് ചെയ്യണം. വലിയ റിങ്ങിൽ നമ്മൾ 18 ഫെദേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 9ഉം റൈറ്റ് സൈഡിൽ 9ഉമായിട്ട് 18 എണ്ണമാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രീം ക്യാച്ചർ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് സ്മോൾ സാറ്റിൻ റിബൺ കൊണ്ട് അതിൻ്റെ അകത്ത് ടൈ ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റിലും റൈറ്റിലും ഇതേപോലെ തന്നെ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് സാറ്റിൻ റിബൺ കെട്ടി കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രീം ക്യാച്ചർ ഹാങ് ചെയ്യാൻ വേണ്ടി മുകളിൽ നമുക്കൊരു ഹാങ്ങിങ്സ് വേണം. അതിന് വേണ്ടി സ്റ്റീൽ റിങ്ങിൻ്റെ ഔട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വൈറ്റ് ത്രെഡ് കൊണ്ട് ഒരു ഹാങ്ങിങ് ചെയ്ത് മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡ്രീം ക്യാച്ചർ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ 2 കളർ യൂസ് ചെയ്തത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നിങ്ങൾ 2 കളർ ആദ്യം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഒറ്റ കളറിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈ സ്റ്റീൽ റിങ് കടയിൽ വാങ്ങുന്നതിന് മുമ്പായിട്ട് പഴയ ബാംഗിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ബീഡ്സിന് പകരം നിങ്ങൾക്ക് പഴയ മുത്തുമാല പൊട്ടിയതോ അതിൻ്റെ മുത്തുകളും യൂസ് ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നല്ലൊരെണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റിങ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയോ ബീഡ്സ് പുറത്തുനിന്ന് വാങ്ങിയോ യൂസ് ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ ബാംഗിൾസിലും മുത്തുമാല പൊട്ടിയ ബീഡ്സൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, റൈറ്റ് സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.